അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഒരിക്കലും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വേറെ ഒന്നല്ല, കിഴങ്ങ് വട എന്ന് പറയും. നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് നമ്മളെ ഉഴുന്ന് വടൻ്റെ ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കുന്നൊരു ഐറ്റമാണ്. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഞാൻ ഓൾറെഡി മുമ്പ് ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ കിഴങ്ങോട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളി ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മല്ലിച്ചപ്പ്, കറിവേപ്പില, പിന്നെ ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗരം മസാല, മഞ്ഞൾ, ഉപ്പ്, മുളകിൻ്റെ പൊടി. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ 4 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഉരുളക്കിഴങ്ങ് വെന്തതിന് ശേഷം നമുക്ക് ഇത് എല്ലാം കൂടിയിട്ട് ഒരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. നമ്മളുടെ വേവിപ്പിച്ച ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, കറിവേപ്പില ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ നമ്മളിതിലേക്ക് ഉള്ളി ഇട്ടു. അതേപോലെ പച്ചമുളകും മല്ലിച്ചപ്പ്, കറിവേപ്പില ഇതൊക്കെയാണ് ഇട്ടത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പിടണം. ഒരു 1/2-3 സ്പൂൺ. നോർമലി ആവശ്യത്തിന് നിങ്ങൾ കണക്കനുസരിച്ചിട്ട് ആവശ്യത്തിന് ഇടാം. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ഗരം മസാല കുറച്ചിട്ട് കൊടുക്കാം, കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ ഒരു 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇതിൽ ഇട്ടിട്ടുണ്ട്. എങ്കിലും ഒരു പേരിന് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഓവറാവണ്ട, എരി കൂടുതലാവും. ഇനി നമുക്കിത് മൊത്തം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ആ ഒരു ലെവലിൽ കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് എന്ത് ചെയ്യാം, ഒരു റൗണ്ട് ഷേപ്പിൽ ആദ്യം ഇങ്ങനെ ആക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ പരിപ്പ് വടയും ഒക്കെ ആക്കൂലേ, അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മളിതാക്കാം. എന്നിട്ട് നടുവിൽ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ ഇതുപോലെ ആക്കിയെടുക്കുക. നമ്മൾ ഏകദേശം ഒരു പരിപ്പോടൻ്റെ ഒക്കെ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുറച്ചുകൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണയിലിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കണം. പിന്നെ ലോ ഫ്ലെയിമിലായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. നമ്മളുടെ കിഴങ്ങ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ കിഴങ്ങ് വട. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബിസ്മില്ലാ. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വെറുതെ പറയില്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ഇതാണ്. എന്താ പറയുക, വൈകുന്നേരത്തെ ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. എളുപ്പത്തിലൊരു 10 മിനിറ്റ് ആ ഒരു ടൈം മതി. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു ഐറ്റം. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആകും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ടേസ്റ്റും ഉണ്ട്. ചെറിയ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റിൽ നമുക്ക് ഇതാക്കാം. ഹൈ ഫ്ലെയിം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ.